ഹലോ നമസ്കാരം. റിലീസിനെത്തിയ ശേഷം തുടരും റെക്കോർഡുകൾ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലാലേട്ടന്റെ പുതിയ ചിത്രം ഇത് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ചെറപറ അപ്ഡേറ്റുകളുണ്ട്, എല്ലാം പടപടാന്ന് പറഞ്ഞു പോവാം. മാർച്ചിൽ റിലീസ് ചെയ്ത എല്ലാ ചിത്രങ്ങളുടെ ഒഫീഷ്യൽ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ആകെ മാർച്ചിൽ റിലീസ് ചെയ്യപ്പെട്ടത് 15 സിനിമകളാണ്. അതിൽ ആകെ രക്ഷപ്പെട്ടിട്ടുള്ളത് എമ്പുരാൻ മാത്രമെന്നാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഇതിന്റെ അഭിപ്രായത്തിൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ സിനിമ ചൂസ് ചെയ്യുന്നതിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഉള്ള സിനിമകൾക്ക് മാത്രമേ ഇപ്പോൾ ആളുകൾ തിരഞ്ഞെടുത്ത് പോകുന്നുള്ളൂ. നല്ല എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ട്സ് വരണം. 100% ഞാൻ യോജിക്കുന്നു. അതുകൊണ്ട് മിക്ക ക്വാളിറ്റി ഇല്ലാത്ത സിനിമകളും, ക്വാളിറ്റി എന്ന് ഉദ്ദേശിച്ചത് കണ്ടന്റ് ആണ്, കണ്ടന്റ് ഇല്ലാത്ത സിനിമകളും പരാജയപ്പെടുന്നു. അതാണ് ഈ പരാജയത്തിന്റെ മെയിൻ കാരണം. മനസ്സിലായി. ഞാൻ പിന്നെ ഇത് ആസ്വദിക്കാൻ ആരംഭിച്ചു. ഐ ചേഞ്ച് ദ ഗിയർ ടു ദ മലങ്ങൾ. പഴയതുപോലെ സ്റ്റാർ വാല്യൂസ് വെച്ച് മാത്രമല്ല, സ്റ്റാർ വാല്യൂയിൽ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ തന്നെയാണ് ഇപ്പോഴും നല്ല രീതിയിലുള്ള ഏത് സിനിമ ആയിരുന്നാലും, അത് ബിഗ് സ്റ്റാർസ് അല്ലാതെ ഒരു ചെറിയ ഒരു സ്റ്റാറിനെ വെച്ചായിരുന്നാൽ പോലും ഇപ്പോൾ സിനിമകൾ ഹിറ്റ് ആവുന്നുണ്ട്. വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രമാക്കി അറുമുഖ കുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എയ്സ്. പൂർണ്ണമായിട്ട് ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ വരുന്നത് മലേഷ്യയിലാണ്. ബോൾട്ട് കണ്ണൻ എന്ന ക്യാരക്ടറായിട്ടാണ് വിജയ് സേതുപതി എയ്സ് എന്ന ചിത്രത്തിൽ എത്തുന്നത്. ചിത്രത്തിൽ വിജയ് സേതുപതി കൂടാതെ രുക്മിണി വസന്ത്, യോഗി ബാബു, PS അവിനാശ്, പിന്നെ പൃഥ്വിരാജ്. ഈ പൃഥ്വിരാജ് അല്ല, ഈ പൃഥ്വിരാജ്. ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി ഒരു വലിയ റീമേക്കുകൾക്ക് ശേഷം ഹിന്ദി സിനിമ അടുത്ത റീമേക്ക് സിനിമ ഇറക്കാൻ പോകുകയാണ്. അതാണ് ഒപ്പം കാ ഖിലാഡി. ഇത്തവണ ആ നറുക്ക് വേണ്ടിയിരിക്കുന്ന അക്ഷയ് കുമാറിനല്ല, പകരം സെയ്ഫ് അലി ഖാനാണ്. ഒപ്പത്തിന്റെ ഹിന്ദി റീമേക്ക് സെയ്ഫ് അലി ഖാനെ വെച്ച് പ്രിയദർശൻ പ്ലാൻ ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ഒരുപാട് റീമേക്കുകൾ എടുത്തതല്ലേ, ഇതും കൂടെ എടുത്തോട്ടെ. അമീർ ഖാനെ ജനീലിനെ കേന്ദ്ര കഥാപാത്രമാക്കി RS പ്രസന്ന സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സിത്താരെ സമീൻ പർ. പിങ്ക് വില്യമായി നടത്തിയ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ അമീർ ഖാൻ പറയുന്നത് വെച്ചാൽ ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമറസ് രീതിയിലും മെന്റൽ ഹെൽത്തിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീമെന്നാണ്. ചിത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരുപാട് പേര് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ താരൻ സമീൻ പർ എന്ന ചിത്രത്തിന് ശേഷം അമീർ ഖാനും ദർശീൽ സഫാരി, ആ കൊച്ചു പയ്യന ഒന്നിക്കുന്ന ചിത്രമാണെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഡ്രഗ്സ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമയിൽ നിന്ന് തന്നെയാണ് ഡ്രഗ്സിനെതിരെ ഒരുപാട് ശബ്ദങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷെ ആ സിനിമകൾ എടുക്കുന്നവർ തന്നെ അത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് റീസെന്റ് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു. To chase your dreams even if you don't see anything. Like I always had this thing in my head about this. ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷകൾ വന്നു. അപ്പോഴാണ് ഒരു പുസ്തകം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ മക്കളെ ഒരുത്തിന് തോന്നണ അപ്പനെ കൊല്ലാന്നൊക്കെ ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ്. ഇത് കേൾക്കുമ്പോ വിഷമിക്കില്ല. മറുവശത്ത് ചോദ്യം ഉണ്ടാകും. വേറെ ചോദ്യങ്ങളൊന്നുമില്ലേ? എന്റെ ശബ്ദം കൊണ്ട് എനിക്കുണ്ടായ പ്രശ്നങ്ങളാന്ന് ചോദിക്കണേ. ഷൈൻ മയക്കുമരുന്നിന് അടിമ, അതുകൊണ്ടാണ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയത്. റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വേടനടക്കം 9 പേർ ഫ്ളാറ്റിലുണ്ട്. ലഹരി വിരുദ്ധ പ്രചാരണം നടത്തുന്ന താരം കൂടിയാണ് റാപ്പർ. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഡ്രഗ്സ് ഐറ്റംസ് അത് എന്ത് തന്നെ ആയിക്കോട്ടെ, മദ്യം ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ഡ്രഗ്സ് ആയിരുന്നാലും അത് നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. ഇതൊരു ഉപദേശമല്ല. കഴിയുന്നത് നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ നല്ലൊരു എൻവയോൺമെന്റിൽ വേണം വളരാൻ. ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ സേ നോട്ട് ടു ഡ്രഗ്സ്. ബിജു മേനോനും ജോജു ജോർജിനെയും കേന്ദ്ര കഥാപാത്രമാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്യാമെന്ന ചിത്രമാണ് വലതുവശത്തെ കള്ളൻ.
ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കുന്നത് ജിത്തു ജോസഫ് അല്ല, പകരം ഡീനു തോമസ് ഈലനാണ്. ക്രൈം ജോണറിലെത്തുന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജിത്തു ജോസഫും ഷാജി നടേശനും ചേർന്നാണ്. ദൃശ്യം 3ക്ക് മുമ്പ് ജിത്തു ജോസഫിനെ കംപ്ലീറ്റ് ചെയ്യാനിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ആസിഫ് അലി കൂട്ടുകെട്ടിലുള്ള മിറാജ്, ഇപ്പോൾ വലതുവശത്തെ കള്ളൻ, അതോടൊപ്പം തന്നെ റാം. ഇപ്പൊ D3 വരുമായിരിക്കും അല്ലേ? ദുൽഖറിനെ നായകനാക്കി നഹാസ് ഹിദായത്ത് RDXന്റെ സംവിധായകൻ ഒരുക്കുന്ന പുതിയ ചിത്രമാണ് ഐ ആം ഗെയിം. ചിത്രം പറഞ്ഞ ഡേറ്റുകൾക്ക് മുമ്പേ തുടങ്ങേണ്ടായിരുന്നു. മമ്മൂക്കയുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ദുൽഖർ കുറച്ച് നാൾ ചിത്രങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നു. ചിത്രത്തെക്കുറിച്ച് ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ ജെയ്ക്സ് ബിജോയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ചിത്രം ഒരു സ്പോർട്സ് ആക്ഷൻ ഫാന്റസി ചിത്രമെന്നാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐ ആം ഗെയിമിന്റെ ആദ്യത്തെ ഷെഡ്യൂൾ തിരുവനന്തപുരത്ത് വെച്ച് മെയ് 3 നടക്കുന്നതാണ്. പക്ഷേ ഈ ഷെഡ്യൂളിൽ DQ ഉണ്ടായിരിക്കുന്നതല്ല. എന്തായാലും നമുക്കെല്ലാവർക്കും ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ചിത്രത്തിന്റെ ഫർദർ അപ്ഡേറ്റുകൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ദ വെയിറ്റ് ഈസ് ഓവർ. ലാലേട്ടനും അമൽ നീരദും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. പെട്ടെന്ന് വായിക്കേ. ലാലേട്ടനും അമൽ നീരദും സാഗർ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന് ശേഷം ഒന്നിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ റീസെന്റ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അന്യഭാഷാ ചിത്രങ്ങളുടെ തിരക്കുകൾ കാരണം ഫഹദ് ഫാസിൽ ഈ ചിത്രത്തിൽ നിന്നും പിന്മാറിയെന്നും പകരം നേരത്തെ ഉണ്ടായിരുന്ന സൗബിനും പിന്നെ മലയാളത്തിന്റെ ഏതൊരു യുവതാരവും കൂടെ ഈ ചിത്രത്തിൽ ഒന്നിക്കുന്നുവെന്നാണ്. ദേവദത്ത് ഷാജിയാണ് ഈ ചിത്രത്തിന്റെ നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം തിരക്കഥാകൃത്തായി വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ചിത്രത്തിൽ നിന്ന് ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് വിൻസെന്റ് വടക്കനും അമൽ നീരദും ചേർന്നാണ്. ആശീർവാദ് സിനിമാസും അമൽ നീരദ് പ്രൊഡക്ഷനും ചേർന്നൊരുക്കുന്ന ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് സുഷിൻ ശ്യാമാണ്. അതോടൊപ്പം തന്നെ DOP കൈകാര്യം ചെയ്യുന്നത് ലിറ്റിൽ സ്വയംബാണ്. വരത്തൻ പറവയൊക്കെ ചെയ്ത ക്യാമറാമാൻ. എന്തായാലും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിലപ്പോൾ മെയ് 21 ലാലേട്ടന്റെ ബർത്ത്ഡേയുടെ അന്നായിരിക്കും ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ അതിന് മുൻപേ ആയിട്ടായിരിക്കും നടക്കാൻ. എന്തായാലും വലിയ ഒരു എക്സ്പെക്ടേഷൻ ഉള്ളൊരു ചിത്രമാണ്. എന്തായാലും ചിത്രത്തിന് വേണ്ടി നമുക്കെല്ലാം വെയിറ്റ് ചെയ്തിരിക്കാം. നിന്റെ അപ്പൻ ജനിച്ച കുമ്പളങ്ങിയായാലും ജാക്കിക്ക് ഒരേ മൈല. So fuck off. മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ MMMN എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവെയാണ് മമ്മൂക്കിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് ഷൂട്ടിൽ നിന്ന് മാറി നിന്നത്. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം മെയ് 10 മഹേഷ് നാരായണൻ ചിത്രത്തിൽ വീണ്ടും മമ്മൂക്ക ജോയിൻ ചെയ്യുന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇനി വരാനുള്ള മമ്മൂക്ക ചിത്രമാണ് കളങ്കാവൽ. എന്തായാലും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി വരട്ടെ. ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് തുടരും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വേട്ട തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എക്സ്ട്രാ പോസിറ്റീവ് അഭിപ്രായം വന്ന ചിത്രം ആദ്യത്തെ 3 ദിവസം കൊണ്ട് നേടിയത് 69.25 കോടി രൂപയാണ്. നിന്റെ തന്തക്കഴിവനും കൂടി എത്ര ഒത്തുപിടിച്ചാലും ഈ പിള്ളയുടെ രോമത്തിന്റെ ഔട്ടർ ഫീൽഡിൽ ഒന്ന് സ്പർശിക്കാൻ പോലും പറ്റത്തില്ല. ഇതേ ഇനവും തരവും തണ്ടിയും വേറെയാണ് ശ്രീധര, നീ താങ്ങത്തില്ല. റെസ്പോൺസ് വന്ന ചിത്രത്തിന്റെ കൊലത്തൂക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ചത്തെ പ്രീസെയിൽ പ്രകാരം 3.8 കോടി രൂപ ചിത്രം നേടിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓവർസീസ് മാർക്കറ്റുകൾ, പ്രത്യേകിച്ച് ഗൾഫ്, UK, നോർത്ത് അമേരിക്ക എന്നീ മേഖലകളിൽ ചിത്രം നല്ല രീതിയിലുള്ള കളക്ഷൻ വൈസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ പോകണമെങ്കിൽ ചിത്രം 100 കടന്ന് 200 കോടി വരെ നേടിയെടുക്കാം. അത്രയും നല്ല പോസിറ്റീവ് അഭിപ്രായമാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. ഏതായാലും ചിത്രത്തിന്റെ ഫർദർ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്തിരിക്കാം. അതുകൊണ്ടല്ല അടക്കരുതെന്ന് പറഞ്ഞേ. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇറങ്ങി ഓടണം തോന്നിയാൽ അത് നടക്കത്തില്ല. ഡെയിലി ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് അപ്ഡേറ്റിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.